എല്ലാവർക്കും ഓഫ് ക്യാമ്പസ് 9th സ്റ്റാൻഡേർഡ് ജിയോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. 2024-25 വർഷത്തിൽ 9th സ്റ്റാൻഡേർഡ് മാറിയ സിലബസ് നാം പഠിച്ചു തുടങ്ങുകയാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 9th സ്റ്റാൻഡേർഡ് ജിയോഗ്രഫി വളരെ ഡീറ്റെയിൽഡ് ആയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്കായിട്ട് ഒരുമിച്ചുള്ള ഒരു ക്ലാസ് ആയിട്ടാണ് ഓഫ് ക്യാമ്പസ് ഈ വർഷം നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 1 പ്രകാരം ജിയോഗ്രഫി 4 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ നെറുകയിൽ. സെക്കൻഡ് ചാപ്റ്റർ ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ, വിശാല സമതല ഭൂവിൽ. തേർഡ് ചാപ്റ്റർ പ്ലാറ്റ്യൂ വെർ ദ എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സ്, ഭൗമ ചരിത്രമുറങ്ങുന്ന പീഠഭൂമി. ഫോർത്ത് ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സ് ഫോർ നാഷണൽ ഡെവലപ്മെൻറ്റ്, മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി. ഫസ്റ്റ് ചാപ്റ്റർ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്. India is the land of mixed culture and the pluralism. The evolution of the unique culture diversity is the lengthy history. In fact, began with the primitive human groups who came to inhabit this land for far off lands in very ancient times. Later on, these people got mixed with several other human groups that had come this land through different routes over different periods of time, and whose generation have been living here over thousands of years. This diversity is evident in language, costumes, traditions, festivals, beliefs, agriculture and the like. ഇന്ത്യ എന്നതൊരു മിശ്ര ബഹുസ്വര സംസ്കാരത്തിൻ്റെ നാടാണ്. ആദിമകാലം മുതൽക്കേ പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്നെത്തിയ പ്രാകൃത ജനവിഭാഗങ്ങളും പിൽക്കാലത്ത് പല ഘട്ടങ്ങളിലായി പല വഴികളിലൂടെ ഇന്നാട്ടിൽ വന്നെത്തുകയും സഹസ്രാബ്ദങ്ങളായി ഇവിടെ ജീവിക്കുകയും ചെയ്ത അനവധിയായ മനുഷ്യ സമൂഹങ്ങൾ വഴിയുമാണ് മറ്റൊരു രാജ്യത്തും കാണാൻ കഴിയാത്ത ഈ സാംസ്കാരിക വൈവിധ്യം ഇവിടെ രൂപപ്പെട്ടത്. ഭാഷ, വേഷഭൂഷാദികൾ, ആചാരങ്ങൾ, ആഘോഷങ്ങൾ, വിശ്വാസ പ്രമാണങ്ങൾ, കൃഷി എന്നിങ്ങനെ നിരവധി രംഗങ്ങളിൽ ഈ വൈവിധ്യം പ്രകടമാണ്. The geographical diversity of our country has been deceiving role of the country's cultural diversity. The northern mountains standing as the formidable fortress in the northern part. The vast and fertile plain just the south of it, the desert land and west. The extensive plateau in the central part, the lengthy coastal strength along the eastern and western sides. ഇന്ത്യയിലെ ഈ സാംസ്കാരിക വൈവിധ്യത്തിന് പിന്നിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി വൈവിധ്യത്തിന് ഗണ്യമായ പങ്കുണ്ട്. വടക്കുഭാഗത്ത് വൻ കോട്ട പോലെ രാജ്യത്തിൻ്റെ അതിരായി നിലകൊള്ളുന്ന ഉത്തരപർവ്വത മേഖല, അതിന് തൊട്ടു തെക്കായി ഫലഭൂഷ്ടവും വിശാലവുമായ സമതല പ്രദേശം, പടിഞ്ഞാറ് മരുപ്രദേശം, മധ്യഭാഗത്ത് അതിവിശാലമായ പീഠഭൂമി, കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ സുദീർഘമായ തീരദേശങ്ങൾ, ദ്വീപസമൂഹങ്ങൾ, ഇവയൊക്കെ ചേർന്നവയാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ ഈ വൈവിധ്യം എത്രമാത്രമുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമാവുന്നുണ്ടല്ലോ. ഇതിൽ നാം ഇമ്പോർട്ടൻ്റായി ഓർത്തിരിക്കേണ്ടത് ഇന്ത്യ ഈസ് നോൺ ആസ് ദ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. അവർ കൾച്ചർ ഡൈവേഴ്സിറ്റി ഹാസ് ദ ലെങ്തി ഹിസ്റ്ററി, നമ്മുടെ സാംസ്കാരിക വൈവിധ്യത്തിന് ഒരു നീണ്ട ചരിത്രമുണ്ട്. ലാംഗ്വേജ്, കോസ്റ്റ്യൂംസ്, ട്രഡീഷൻസ്, ഫെസ്റ്റിവൽസ്, ബിലീഫ്സ്, അഗ്രികൾച്ചർ, ഭാഷ, വേഷവിധാനങ്ങൾ, പാരമ്പര്യം, ഉത്സവങ്ങൾ, വിശ്വാസങ്ങൾ, കൃഷി, ഇവയെല്ലാം വ്യത്യസ്തമായ ഒരു സാംസ്കാരിക ധാരയ്ക്കുള്ളിലാണ് നാം ജീവിക്കുന്നത്. Based on topography, India can be divided into 5 divisions. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 5 ആയി തിരിക്കാം. ദ നോർത്തേൺ മൗണ്ടൻ റീജിയൻ, ഉത്തരപർവ്വത മേഖല. ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, ഉത്തരേന്ത്യൻ സമതലം. ദ പെനിൻസുലർ പ്ലാറ്റ്യൂ, ഉപദ്വീപീയ പീഠഭൂമി. ദ ഇന്ത്യൻ ഡെസേർട്ട്, ഇന്ത്യൻ മരുഭൂമി. ദ കോസ്റ്റൽ പ്ലെയിൻ ആൻഡ് അയർലൻഡ്, തീരസമുദ്രങ്ങളും ദ്വീപുകളും. അടുത്തതായി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അവിടെ ഒരു ഇന്ത്യയുടെ ഫിസിക്കൽ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ മാപ്പ് ഉപയോഗിച്ചിട്ട് ഇന്ത്യയിലെ ഈ 5 ഭൂവിഭാഗങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദ നോർത്തേൺ മൗണ്ടൻ റീജിയൻ, ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, ദ പെനിൻസുലർ പ്ലാറ്റ്യൂ, ദ ഇന്ത്യ ഡെസേർട്ട്, ദ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് അയർലൻഡ്. ഈ 5 ഭൂവിഭാഗങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫിസിക്കൽ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പഠനം നടത്തേണ്ടതുണ്ട്.
The Northern Mountain Region. The northern mountain ranges that from the north and the northeastern boundary of the Indian subcontinent included several mountains ranges that originate from the Pamir Notch, known as the roof of the world, and it extend up to Purvachal in the east. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ചു കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വതനിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്ക് അതിർത്തിയായ ഉത്തരപർവ്വത മേഖല. The northern mountains extends from the river Indus in the west of the river Brahmaputra in the east for nearly 2,400 km and has the width ranging from the 150 to 400 km. The region has the peculiar landscape with the several high peaks, glaciers and valleys. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണിത്. Based on the topographical characteristics, the northern mountains region can be classified into three. First one, Trans-Himalayan. Second one, the Himalayas, Himalayan. Third one is the Eastern Hills, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ ഉത്തരപർവ്വത മേഖലയെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. Himalayan mountains, physiographical divisions. Complete the following table with the help of the given map. ഉത്തരപർവ്വത മേഖലയിലെ 3 വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ ഏതെല്ലാമെന്ന് ഭൂപടം നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കുക. ഭൂപടത്തിൻ്റെ സൂചിക ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉത്തരം കണ്ടെത്തുക. ഉത്തരം കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഉത്തരം ഞാൻ പട്ടികപ്പെടുത്തുന്നതായിരിക്കും. ഫസ്റ്റ് ചാപ്റ്റർ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്, ലോകത്തെ നെറുകയിൽ എന്ന ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗം ഇത്രയുമാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇനിയുള്ള ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു ആൾ.